ചിക്കാഗോയിലെ ഞങ്ങളുടെ വീട്. അതിൻ്റെ പിന്നാമ്പുറമാണ് കേട്ടോ. ഉണ്ടോ മോള് നിൽക്കുന്നുണ്ടോ? ബ്യൂട്ടിഫുൾ. ഇനി നമുക്ക് കാണാം. നോക്കിയ സ്പ്രിങ് വന്നതിൻ്റെയാണ്. പൂക്കളൊക്കെ നിറയെ ഉണ്ട്. ഇതാണ് അവരുടെ വെജിറ്റബിൾ പാച്ച്. ഇതിനകത്ത് ഉണ്ടായാൽ മതി. ഒരു വർഷത്തേക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ട് പിന്നെ ബാക്കിയും കാണും. കുമ്പളങ്ങയും വഴുതനങ്ങയും വെണ്ടയ്ക്കയും പയറും എല്ലാം. ഇപ്പം ചെടി തൈകളൊക്കെ അകത്ത് വെച്ചിട്ടുണ്ട്. ചീര, മത്തങ്ങ, ബട്ടർനട്ട് സ്ക്വാഷ്. അതാണ് വേലി കണ്ടാ നിൽക്കുന്നത്. എന്നിട്ട് ഇത് മുഴുവൻ ഇവരുടെ ഏരിയയാണ്. മോളെ അവിടെ ആ ലോഗ്സ് വെച്ചിരിക്കുന്ന എന്തിനാ? വിറക് പോലെ. ഓ കണ്ട മരം മുറിച്ചതിൻ്റെ അത് ഇങ്ങനെ അടുക്കി അടുക്കി അവിടെ വെച്ചിരിക്കുക. പിന്നെ അതാ ഇങ്ങനെ ഇങ്ങനെ കിടപ്പുണ്ട്. ഇവിടുത്തെ അതിർത്തി ആ കമ്പിവേലി അല്ലേ? അത് മരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ്. ഒരു കുറച്ച് കഴിഞ്ഞ ഉടനെ ആ ലൈൻ കഴിഞ്ഞ ഉടനെയാണ്. അപ്പം ഇത്രയും ലോണാണ് അല്ലേ? സോ ബ്യൂട്ടിഫുൾ മോളെ. അങ്ങനെ മൊത്തത്തിലൊന്ന് ചുറ്റി കണ്ടു. കവർ ചെയ്യാത്തത്. അപ്പൊ ഇവിടെ തന്നെ കിളിച്ച് വരാനായിട്ടാണ്. ഇതെല്ലാം ഓർഗാനിക്കുമാണ് അല്ലേ? കെമിക്കൽസ് ഉപയോഗിക്കുകയില്ല. എന്നിട്ട് വർഷം മുഴുവൻ നല്ല പണിയുണ്ട്. എന്നാലും അത് കെയർഫുള്ളായി ചെയ്ത്. ഇല്ല, പണി നമുക്ക് നടുമ്പേ ഉള്ളൂ. ഈ മിക്സ് ചെയ്ത് ക്ലീൻ ചെയ്ത് വളം നടുന്ന വരെ ഉള്ളൂ പണി. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വാട്ടറിങ് ഒക്കെ ഓട്ടോമേറ്റഡ് ആണ്. സ്പ്രിംഗ്ലർ വെച്ചിട്ടാണ്. സോക്കർ ഹോസ് വെച്ചിട്ടാണ്. പിന്നെ ഈ ഷീറ്റ് ഇടും വീഡ്സ് വരാതിരിക്കും. ഇപ്പം നിങ്ങൾ സീഡ്സ് ഇതിനു വേണ്ടി റെഡിയാക്കി കഴിഞ്ഞു. കുറച്ച് ബാക്കി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കും. വെണ്ടയ്ക്കയാണ് ഞാൻ ഇപ്പം വെണ്ടയ്ക്കയും വെള്ളരിക്കയാണ് നട്ടേക്കുന്ന സീഡ്സ്. എന്തായാലും അടിപൊളി കേട്ടാ. സ്വയം പര്യാപ്തത നമ്മൾ പറയൂലേ. കഴിഞ്ഞ നേരെ എടുത്തില്ല. വേണ്ട വെളുത്തുള്ളി നിൽക്കുന്ന ഈ വെളുത്തുള്ളിയുടെ ഇല നമ്മൾ ഉള്ളിത്തണ്ട് പോലെ വേണമെങ്കിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അമ്മ എനിക്ക് റാസ്ബെറിയാണ്. ഇതാണ് നമ്മുടെ വെളുത്തുള്ളി. ഞാനൊന്ന് പൊട്ടിച്ചു നോക്കട്ടെ. കുഴപ്പമില്ല. ഞാനത് പൊട്ടിച്ചപ്പം വലിയ കുത്തില്ല. നമുക്കത് അങ്ങോട്ട് കൂട്ടാനിലൊക്കെ ഇടാവുന്നേ ഉള്ളൂ. ഉള്ളിത്തണ്ട് പോലെ. ഇതിന് വെളുത്തുള്ളിക്ക് പൂ വരും. പൂ കൂട്ടാനിലിടും. പൂ വരും. അത് കൂട്ടാനിലിടാറുണ്ട്. പുറകിൽ നിന്ന് ഇതാ വീടിൻ്റെ സൈഡിൽ കൂടി ഇതാ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് വരുന്നു. ലോങ് ഗ്രോവ് എന്നാണ് ഈ കമ്മ്യൂണിറ്റിയുടെ പേര്. എന്താ മക്കളെ? സിറ്റിയുടെ പേര് സിറ്റിയാണ് ലോങ് ഗ്രോവ്. സോ ഈ റെസിഡന്റ് കൺട്രി ക്ലബ് എസ്റ്റേറ്റ്സ്. കൺട്രി ക്ലബ് എസ്റ്റേറ്റ്സ്. ഓക്കെ, കൺട്രി ക്ലബ് എസ്റ്റേറ്റ്. ഇത് കണ്ട കുട്ടികളുടെ സൈക്കിൾ, അവരുടെ ഫ്രണ്ട്സിൻ്റെ സൈക്കിള് ഒക്കെ കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതാണ് വീടിൻ്റെ മുൻവശം. അവിടെ റോഡ്, മുൻവശം എന്ന് പറഞ്ഞാൽ റോഡ്. എന്നിട്ട് ഇത് നമ്മളുടെ ഫ്ലവർ പാച്ചാണ്, ഫ്ലവർ പ്ലാന്റ്സിൻ്റെയാണ്. എന്നിട്ട് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് കേട്ടോ. കണ്ട ഗരാജിൻ്റെ അകത്തൂടെ തന്നെ നമുക്ക് ഉള്ളിൽ കയറി പോവാം. നമുക്ക് എത്ര മനോഹരമായിരിക്കുന്നു മോളെ. സമ്മറിൽ ഇതെങ്ങനെയായിരിക്കും ഈ ഗ്രീൻ കളർ? ബിക്കോസ് ഇവിടെ നമുക്ക് വെള്ളമുണ്ട്, നല്ല അത് തന്നെ മഴയും കിട്ടും, വെള്ളമുണ്ട്, സ്പ്രിംഗ്ലറും എല്ലാം. ഇതിൻ്റെ മുന്നിൽ ഞാനും മോളും കൂടെ നിൽക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ ഒരു പോണ്ട് പോലെയുണ്ട്, നാച്ചുറലാണ്. മഴവെള്ളം വന്നിട്ട് നമുക്ക് നോക്കാം. താറാവുണ്ട് വീട്ടിന് മുന്നിലുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. കണ്ട അതിൻ്റെ അധിപരും അവിടെയുണ്ട്. 2 ബോയ്സാണ്. കണ്ട ഇവർ ഉറങ്ങുവാണ്. അത് ഒച്ച കേട്ട് എണീറ്റു. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. നമ്മളൊരു പ്രദക്ഷിണം വെക്കുവാണ് ഈ വീടിന്. എന്താ മോളെ പറഞ്ഞേ?
അല്ല ഈ മഞ്ചേട്ടൻ പറഞ്ഞില്ലേ കിളിയുടെ ബഹളമാണ് ആ അത് ഈ പച്ചക്കകത്ത് കിളിയുണ്ട്. ഓ ഈ ഗ്രീനില്ലേ ഉം. അത് നമുക്ക് അടുത്ത് പോയി നോക്കാൻ പറ്റില്ലല്ലോ, അവർ ബഹളം ഉണ്ടാക്കില്ലേ. ഇതിനകത്ത് കിളി കൂട് വെച്ചിരിക്കുക കേട്ടോ. പക്ഷെ നമ്മൾ അടുത്ത് പോയി നോക്കിയാൽ ദേ അവർ വിചാരിക്കും നമ്മൾ ശത്രുക്കളെത്തി അറ്റാക്ക് ചെയ്യാൻ. ഇതാണ് ഈ വീടിൻ്റെ ഈ വശം. ശരിയാണ്, ലക്ഷ്മി മോള് പറഞ്ഞോണ്ടാ ഇങ്ങനെ വന്നത്. അപ്പം വീടൊരു പ്രദക്ഷിണം വെച്ചു. ഇറ്റ്സ് ഗ്രേറ്റ്. ഇതാ ഒരു വിമാനം പറന്നു പോണു. അപ്പം നമ്മളിങ്ങെത്തി. ഒരുപാട് സന്തോഷമായി. ഓക്കെ ബൈ. ഇനി ഒരു വേനലിന് ഇവിടെ വരാൻ പോവുക. വേനലിന് വരുമ്പം നമുക്ക് വെതർ ഇവിടെ നമ്മുടെ ബാംഗ്ലൂർ പോലെയാണ് അല്ലേ മോളെ? വേനലിനും അത്രയ്ക്ക് ചൂട് വരൂല. വരില്ല, അവിടത്തെ പോലെ വരൂല, ചൂടൊക്കെ വരും. ടെക്സസ് പോലെ ടെക്സസ് പോലെ വരില്ല. അപ്പം നമുക്കൊന്നുകൂടെ ഒരു സുഖമായിരിക്കും. അങ്ങനെ ആട്ടെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. താങ്ക് യു. ശരിയാ, ഭയങ്കര സന്തോഷം കേട്ടോ. ഇത് വേറൊരു ആംബിയൻസ് ആണ്. എവറി സ്റ്റേറ്റ് ഈസ് ഡിഫറെൻ്റ്. അതാണ് ഇപ്പോൾ മനസ്സിലായത്. മോള് നിൽക്കുന്നിടം ടെക്സസ് ആണ്, അവിടെ വേറൊരു രീതിയാണ്. പിന്നെ ഫ്ലോറിഡയിൽ ഞങ്ങൾ പോയി, അത് വേറെ രീതിയാണ്. ഓക്കെ, സോ ഗ്രേറ്റ്.